ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം ഒരു സ്ലൈസർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. ഒരു കനം കുറഞ്ഞിട്ടുള്ള ഒരു തൊലിയില്ലേ, അത് ആദ്യം തന്നെ ഈ രീതിയിലൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗവും കൂടി നമുക്ക് കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. പാവയ്ക്ക് മൊത്തത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളിലുള്ള ഭാഗമൊക്കെ ഞാൻ കനം കുറച്ചിട്ട് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ വലിയ പീസായിട്ടുണ്ടെങ്കിൽ ആ പീസൊക്കെ ഒന്ന് കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞും കൂടി എടുക്കണേ. അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് അരിഞ്ഞൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. പാവയ്ക്ക് വാട്ടിയെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പാവയ്ക്കയുടെ ഉൾഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കണേ. ഒരു പകുതി ഭാഗത്തോളം ഇതൊന്ന് നമുക്ക് ആദ്യം വാട്ടിയെടുക്കാം. കാരണം ഈ ഒരു ഭാഗത്തിന് കുറച്ച് കട്ടിയുള്ളതല്ലേ, അപ്പോൾ ഇത് ആദ്യം ഒന്ന് വാട്ടിയെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു പകുതി ഭാഗത്തോളം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്കൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് മാറ്റി വെച്ചിരുന്ന ഒരു പാവയ്ക്കയുടെ ഒരു ഭാഗമില്ലേ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതിൽ എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കാം. പാവയ്ക്ക ഈ ഒരു രീതിക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മൾ മസാല തയ്യാറാക്കി എടുത്തിട്ട് ഈ പാവയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നല്ലോണം ഇത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. പാവയ്ക്ക് മാറ്റിയെടുത്ത അതേ കടായിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ തന്നെ ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്കൊരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ സവാളയുടെ ഒരു കളറൊന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഈ ഒരു രീതിക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ തക്കാളി ഒന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ലേശം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് പാവയ്ക്കയിൽ ചേർത്തിരിക്കുന്നതാണ്, എങ്കിലും ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊക്കെ ആയിട്ട് ഈ തക്കാളി നല്ലോണം നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി. ഇതിപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചൊവയൊന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ. വെള്ളം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പാവയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതെല്ലാം നമുക്ക് കുക്കായി കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഇതിന് മുകളിൽ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള പാവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടി ഒന്ന് തയ്യാറാക്കി നോക്കുകയും അതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്യണേ. ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പാവയ്ക്കയ്ക്ക് കയ്പൊന്നുമില്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.